നിങ്ങള് ഇതൊക്കെ തലയിൽ വെച്ചുകൊണ്ട് ഒരാളെ ജീവിതകാലം മുഴുവൻ നോക്കുകയാണെങ്കിൽ അതൊന്നും ശരിയല്ലമ്മേ. നീ പറയുന്നത് ശരിയാ മോനെ. നിന്റെ ബിസിനസ് വിഷയങ്ങളിൽ ഞാൻ ഒരിക്കൽ പോലും ഇന്റർഫെയർ ആയിട്ടില്ല. ഈ മേനോൻ ഗ്രൂപ്പിന്റെ കൂടെ ചേർന്ന് വർക്ക് ചെയ്യുന്നതില് വലിയ പ്രോബ്ലം ഒന്നുമില്ല. എന്നാലും സുഹാസിനി മേനോന്റെ കൂടെ വർക്ക് ചെയ്യുന്നത് ആലോചിക്കുമ്പോൾ എന്റെ മനസ്സിനെന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നു. അമ്മേ, പിന്നെ ഇന്നത്തെ മീറ്റിംഗിലുണ്ടല്ലോ. പ്ലീസ് ഡോണ്ട് മൈൻഡ്. എനിക്ക് കുറച്ച് ജോലിയുണ്ട്. നീ വേഗം ഊണ് കഴിക്കാൻ വാ. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം എന്റെ ജോലി തീർക്കാനായിട്ട്. സിദ്ധാർത്ഥ്, നാളെ ഗണേശ ചതുർത്ഥിയാ. പ്രിപ്പറേഷൻസ് ഒക്കെ നന്നായി പോകുന്നുണ്ടല്ലോ. ആക്ച്വലി ഞാനതിനെ പറ്റി കൂടുതൽ ചിന്തിച്ചിട്ടില്ല വേദാന്ത്. പക്ഷെ സുമേഷ് എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അവൻ ഓടി നടക്കുന്നുണ്ട്. അയ്യോ വേണ്ട സിദ്ധാർത്ഥ്, മുഴുവൻ ജോലിയും അയാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാ അയാൾ അതാകെ കൊളവാക്കും. തന്റെ ഒരു കണ്ണ് അയാളുടെ മുകളിൽ എപ്പോഴും ഉണ്ടാവണം. സോ പ്ലീസ് താൻ ആ കാര്യങ്ങൾ മാനേജ് ചെയ്യേ. ഓ ഡോണ്ട് വെറി വേദാന്ത്, നാളെ മുതൽ ഞാൻ തന്നെ എല്ലാം നോക്കിക്കോളാം. താങ്ക് യു സിദ്ധാർത്ഥ്. ഓ അമൂലിയുടെ മിസ് കോൾസോ? കഴുത, അഹങ്കാരി കഴുത. എല്ലാം കഴിഞ്ഞ ശേഷം അവളെ വിളി. ഇഡിയറ്റ്. എന്തെങ്കിലും പറഞ്ഞു എന്നോട്? ഇല്ലല്ലോ, നാളത്തെ കാര്യത്തെ പറ്റി ചിന്തിക്കായിരുന്നു ഞാൻ. എന്നാ ശരി. മനസ്സിൽ തോന്നുന്ന സ്ഥലത്തേക്ക് തന്നെ പോകുന്നത്. ലൊക്കേഷൻ നോക്കാൻ പോവില്ല, അമൂല്യമുള്ള സ്ഥലത്തേക്ക് പോവുള്ളൂ. അമ്മ കൂടുതലൊന്നും ആലോചിക്കില്ലേ. ഒന്ന് മാത്രം ലളിതമാണ്, സത്യമാണ്. ഓഫ് കോഴ്സ് സത്യം എന്ന് പറഞ്ഞാൽ അത് സിമ്പിൾ ആയിരിക്കുമല്ലോ. അതിനെ തിരുത്താൻ ശ്രമിക്കുമ്പോഴാണ് അത് കോംപ്ലിക്കേറ്റഡ് ആവുന്നു. പാസ്റ്റ് ഈസ് പാസ്റ്റ് അമ്മേ. സുഹാസിനി പണ്ട് ആരൊക്കെ ആയിരുന്നിരിക്കാം. പക്ഷെ ഇന്നവര് നമ്മുടെ കണ്ണില് മിസ്റ്റർ വേദാന്തിന്റെ അമ്മയല്ലേ. ഞാൻ ബിസിനസ് ചെയ്യുന്നത് വേദാന്ത് മേനോന്റെ കൂടെയല്ലേ, വേദാന്ത് വെഞ്ചേഴ്സിന്റെ കൂടെയല്ലേ. ഞാൻ കണക്ട് ആവുന്നത് മിസ്റ്റർ വേദാന്തിന്റെ കൂടെയാണ്. അമ്മ ഇത് മാത്രം മനസ്സിൽ വെച്ചാൽ മതി. ബാക്കിയുള്ളതെല്ലാം അമ്മയുടെ മനസ്സിൽ നിന്നും തലയിന്നും പറിച്ചു മാറ്റണം. ഇപ്പോൾ ആഘോഷിക്കമ്മേ. ഈ സമയത്തിരുന്ന് ബിസിനസ് പാസ്റ്റ് എന്നൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ. ഇവരുടെ ഇടയിൽ എന്തോ രഹസ്യമുണ്ട്. ഹർഷ, സുഹാസിനി ആരാ? അല്ല, നിനക്ക് സുഹാസിനി അറിയില്ലേ? അതെന്നെ മാനസി. മഴവില്ലേൻ മലർ തേടി മണിവാനേൻ അത് തേടി ഒരു രാജഹംസം. അവര് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആക്ട്രസ് അല്ലേ? മലയാളത്തിൽ മാത്രമല്ല, തമിഴ്, തെലുങ്ക്, കന്നഡ, ഓൾമോസ്റ്റ് എല്ലാ സൗത്ത് ഇന്ത്യൻ ഫിലിംസിലും പുള്ളിക്കാരിയുണ്ട്. ഓ കമോൺ ഹർഷ, നീ മാത്രം ഇന്റലിജന്റ് ആണെന്ന് വിചാരിച്ചിരിക്കണ്ട. അവരാരാണെന്ന് എനിക്കറിയാം. ഷീ ഈസ് സുഹാസിനി മണിരത്നം. ആണല്ലേ? ഇനി വേറെ ഏതാ സുഹാസിനി ഉള്ളേ? പുതിയ എൻട്രി ആണോ? നീ കഷായം കുടിച്ചിട്ട് പോയി കിടന്നോ. ഗുഡ് നൈറ്റ്. ഹലോ മാനസി, ഞാനതിനൊന്നും പറഞ്ഞില്ലല്ലോ. എന്തോ അമ്മായിയമ്മയുടെ പഴയ ഫ്രണ്ട് ആണെന്ന് തോന്നുന്നു. മോമിൻ ലോയ്ക്കും ബ്രോയിൻ ലോയ്ക്കും ഈ ലേഡിയുമായി എന്തോ ഒരു ലിങ്ക് ഉണ്ടെന്ന് ഉറപ്പാ. എന്നാലും എന്തായിരിക്കും അത്? അമ്മോ, എന്താ ഈ കാണിക്കുന്നേ?
വിഷ്ണു ഭഗവാനെ പോലെ കിടത്തി കാലൊഴിയുവാണോ നീയെ? എന്റെ കാല് വേദനിക്കുന്നു, വിട്. അയ്യോ ഒന്ന് വെറുതെ ഇരിക്കമ്മേ, നല്ല വേദനയുണ്ട് കാലിന്. ഏയ്, എന്റെ കാലിനെ പറ്റി നിനക്കാന്ന് അറിയുന്നേ? ഇപ്പൊ അതിഥി ഇങ്ങോട്ട് വരും, നീ ഈ കാല് തിരുമെന്ന് കണ്ടോണ്ട്. അവള് അമ്മേ ഞാനും കാല് തിരുമ്പട്ടെ അമ്മേന്ന് ചോദിക്കും. അപ്പൊ നീയോ അപ്പ വഴക്കം തുടങ്ങും. ഇതെന്റെ കാല്, ഇതെന്റെ കാല്, എന്റെ കാലെന്ന് പറഞ്ഞു ഒപ്പ തുടങ്ങും രണ്ടൂടെ. എന്റെ കാലിന്റെ അധോഗതി ഗോവിന്ദ. വിട് വിട്. വാ കിടക്ക്. അമ്മേ, അമ്മയുടെ മടി കിടക്കാൻ നല്ല സുഖമുണ്ട്. അത് ശരി, ഇന്നെന്താ സ്പെഷ്യൽ ആയിട്ടുള്ളത്? ഹെവി ലവ് ആണല്ലോ കാണിക്കുന്നത്. ഏയ്, ഇതിലെന്താ പുതിയതായിട്ടുള്ളത്? ഇതെന്നും ഉള്ള കാര്യല്ലേ? നിങ്ങൾക്ക് സ്നേഹം ഉണ്ടെന്നൊക്കെ എനിക്കറിയാം, പക്ഷെ അമ്മ അത് കാണിക്കാറില്ലല്ലോ, അതുകൊണ്ടാ ചോദിച്ചേ. ഏ റാണി, 4 പെൺമക്കളുടെ അമ്മയാണെന്ന കാര്യം നീ മറന്നോ? ഒരാളോട് മാത്രം സ്നേഹം കാണിച്ചല്ലേ മറ്റൊരാൾക്കത് സഹിക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ ഉണ്ടാവാതിരിക്കാനേ ഞാൻ ആരെയും കൂടുതലൊന്നും കൊഞ്ചിക്കാൻ പോവില്ല. നിങ്ങൾ സൂപ്പറാണമ്മേ, അമ്മ ഓഫ് ദ ഇയർ. അമ്മു, എന്താ മോളെ നിനക്ക് പറ്റിയ? നീ എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല അമ്മേ, ഞാൻ അനുവിനെ പറ്റി ആലോചിക്കായിരുന്നു. അവളിവിടെ കുറച്ചു നേരം ഉണ്ടായിരുന്നുള്ളെങ്കിലും എന്ത് രസമായിരുന്നു അല്ലേ? കൊറേ നാളത്തെ പരിചയമുള്ള പോലെ തോന്നിയമ്മേ എനിക്ക്. അതെ മോളെ, ആ പുഷ്പ നിന്നെ പോലെ കുറച്ച് തന്റേടിയാണെങ്കിലും നല്ല മനസ്സിന്റെ ഉടമയാണെന്ന് എനിക്ക് തോന്നേ. പാവം സ്ത്രീ, എത്ര സ്നേഹത്തോടു കൂടിയാ നമ്മളെ അവര് ഊണ് കഴിക്കാൻ ക്ഷണിച്ചതെന്ന് നിനക്കറിയോ? ഞാൻ അതിനെപ്പറ്റി അല്ല അമ്മ ആലോചിച്ചോണ്ടിരുന്നത്. ഇത്ര ചെറിയ പ്രായത്തിനുള്ളിൽ അവൾ എത്ര വലിയ പൊസിഷനിലേക്കാ എത്തിയിരിക്കുന്നെന്നാ ഞാൻ ആലോചിച്ചോണ്ടിരുന്നത്. കഷ്ടപ്പെട്ട ദൈവം എപ്പോഴെങ്കിലും നല്ലത് വരുത്തുമെന്ന് പറയുന്നത് ഇതുകൊണ്ടായിരിക്കും അല്ലേ അമ്മേ? അതിഥി അഞ്ചു അമൂല്യ, 3 പേര് ചേച്ചിനേത്തിമാരാണല്ലേ? സൂപ്പറാണല്ലേ അനു? അതേ രമ്യ, അവരുടെ വീട്ടിൽ എന്തോ ഒരു പ്രത്യേക സ്നേഹ കൂട്ടം തന്നെയാ. അവരെന്നോട് എത്ര സ്നേഹത്തിലാ സംസാരിച്ചെന്നറിയോ? 2 മിനിറ്റ് സംസാരിച്ചപ്പോഴേക്കും തന്നെ എനിക്ക് ആ വീട്ടിലുള്ളവരെന്റെ ബന്ധുക്കളാണെന്ന് തന്നെ തോന്നിപ്പോയി. പക്ഷെ നമ്മുടെ കാര്യം നോക്ക്, നിനക്കും സഹോദരിമാർ ആരുമില്ല, എനിക്കും ആരുമില്ല. എനിക്ക് നീയും, നിനക്ക് ഞാനും. എങ്കിലും നിന്റെ കുരുത്തക്കേട് 4 പേരുടെയും കുരുത്തക്കേടിനേക്കാൾ ഒട്ടും കുറവല്ല. രമ്യ, ആ സഹോദരിമാരുടെ ഒരുമ കാണാൻ തന്നെ ഒരു വല്ലാത്ത സന്തോഷം മോളെ. ആ ഫാമിലി എനിക്ക് ഒരുപാട് ഇഷ്ടമായി. പാവം, നീ കല്യാണം കഴിച്ചു പോകുന്ന വീട്ടിലും ചേച്ചിനേത്തിമാർ ആരുമില്ലല്ലോ, വെറും ബ്രോയിൻലോ. ചുറ്റിവളഞ്ഞ് അവിടെ തന്നെ എത്തുമല്ലേ നീ? നീ ആ വീട്ടുകാരെ പറ്റി ഇത്രയും പുകഴ്ത്തുന്നുണ്ടല്ലോ, അതുകൊണ്ടാ നീ പോകുന്ന വീട്ടുകാരെ പറ്റി ഞാൻ പറഞ്ഞത്. അവരെ പുകഴ്ത്താൻ ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട് രമ്യ. സംഭവിക്കാൻ പോകുന്നതൊക്കെ നല്ലതിനാണെന്ന് പറയില്ലേ, അത് സത്യ. ഞാനിവിടെ പോയതുകൊണ്ടാ വേദാന്ത് മേനോനെ ഇത്ര ഈസി ആയിട്ട് കോണ്ടാക്ട് ചെയ്യാൻ കഴിഞ്ഞത്. കൂട്ടത്തിൽ ആര്യ സാർ എന്നെ ഏൽപ്പിച്ച ജോലിയും കൃത്യമായി നിറവേറാൻ പറ്റി. അതെല്ലാം അമൂല്യ കാരണ. നീ വിശ്വസിക്കുന്ന ഭഗവാൻ നിന്നെ കൈവിടില്ലാനോ? എല്ലാം ഭഗവാന്റെ അനുഗ്രഹം. അതുമാത്രമല്ല, ഓഫീസിലെ ആഘോഷങ്ങളുടെ ചുമതലയും നിനക്ക് തന്നെയാണല്ലേ? ഓഫീസിലെ ആഘോഷങ്ങളൊക്കെ നന്നായിട്ട് നടക്കും രമ്യ. നാളത്തെ ഗൗരി പൂജയ്ക്ക് അമ്മയെ വിളിക്കണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. വീട്ടിൽ തന്നെ ഉള്ളവരെ ഇനി എങ്ങനെ വിളിക്കുക മോളെ? അച്ഛാ, പൂജയ്ക്ക് നിന്റെ അമ്മയെ ഇൻവിറ്റേഷൻ കൊടുത്ത് വിളിക്കണമെന്നോ? അച്ഛാ, ഞാൻ പറഞ്ഞത് ആര്യ സാറിന്റെ അമ്മയെ പൂജയ്ക്ക് വിളിക്കാൻ ആഗ്രഹമുണ്ടെന്നാ. അനു, പരിചയമുണ്ടെന്ന് കരുതി എപ്പോഴും വിളിക്കുന്നത് ശരിയല്ല മോളെ. അന്നൊരു ദിവസം വന്നു, നിനക്കെന്തോ ഒരുപാട് സമ്മാനങ്ങളും തന്നിട്ട് പോയി. എന്നാ എനിക്കതൊന്നും ഇഷ്ടപ്പെട്ടില്ല. അവര് പണക്കാരാ, നമുക്കൊരിക്കലും അവരുടെ ഒപ്പം നിൽക്കാൻ കഴിയില്ല. അത് ഞാൻ അമ്മക്ക് പറഞ്ഞു തരണോ? നാളത്തെ പൂജയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനി ചെയ്യാനുണ്ട്. ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റായി. നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. അനു, സുഭങ്ങൾ ഒരുപാട് മാറിപ്പോയി മോളെ. കുട്ടിക്കാലത്ത് കണ്ട സുഭങ്ങളിലും ഇപ്പൊ കണ്ട സുഭങ്ങളിലും ഒരുപാട് വ്യത്യാസമുണ്ട്. അവർ ഒരുപാട് മാറിയിട്ടുണ്ട്. പണ്ടൊക്കെ നമ്മൾ ടെറസിന് മുകളിൽ അർദ്ധരാത്രി വരെ സംസാരിച്ചുകൊണ്ടിരുന്നാലും ഒന്നും ചോദിക്കുമായിരുന്നില്ല. ഇപ്പൊ നോക്ക്, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ കിടക്കാൻ പറയുക. പോട്ടെ വീട്, നീ വെറുതെ തല പുണ്ണാക്കണ്ട. നിനക്ക് എങ്ങനെ വേണോ നിന്റെ ഈശ്വരൻ അത് തന്നെ തരും.
ജയ് ഗണേശ എന്ന് പറഞ്ഞ് സന്തോഷായിട്ടിരിക്കും. പറയേ, പറയടേ. ജയ് ഗണേശ. ബൈ ബൈ. അല്ല മോളെ, നീ എന്തോ ഹെഡ് എന്നൊക്കെ പറഞ്ഞില്ലേ? അവര് ഗാർമെന്റ്സിലാണോ മോളെ ജോലി ചെയ്യുന്നേ? അയ്യോ അല്ലമ്മേ, ഗാർമെന്റ്സ് അല്ല, അവളുടെ ഫാബ്രിക് സെക്ഷനാ. എന്ന് വെച്ചാ തുണികളുടെ സെക്ഷൻ, അതായത് രാജനന്ദിനിയുടെ വിഭാഗം. തുണി എന്ന് പറഞ്ഞ ഗാർമെന്റ്സ് അല്ലേ മോളെ? തുണി എന്ന് പറഞ്ഞ ഗാർമെന്റ്സ് അല്ല, പക്ഷെ ഗാർമെന്റ്സിലും തുണികളുടെ ജോലി. സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ നൂലുകൊണ്ട്, അതായത് നൂലുകൾ കൊണ്ടുണ്ടാക്കുന്ന തുണികൾക്ക് ടെക്സ്റ്റൈൽ കമ്പനി എന്ന് പറയും. അങ്ങനെ ഉണ്ടാക്കിയ തുണികൾ കട്ട് ചെയ്ത് പാന്റ്, ഷർട്ട്, ചുരിദാറ്, സാരി അങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ, അതാണ് ഗാർമെന്റ്സ് എന്ന് വെച്ചാ. ഓഹോ, അങ്ങനെയാണോ? ഇത്രയും നാളും ഞാൻ രണ്ടും ഒന്നാണെന്ന് വിചാരിച്ചിരുന്നേ. നീ പറഞ്ഞ് മനസ്സിലാക്കിയോണ്ട് കൊള്ളാം കേട്ടോ. ആ പെൺകുട്ടിയില്ലേ, എത്ര വിനയമാണെന്ന് നീ നോക്കി. ഇത്രയും വലിയ നിലയിലാണെന്ന് കണ്ടാ പറയുവോ? നമ്മളെല്ലാരും ആ പെൺകുട്ടിയെ തന്നെ കണ്ടു പഠിക്കണം. അതെ അമ്മേ, അവൾ ഇത്രയൊക്കെ വളർന്നിട്ടും അതിനെക്കുറിച്ച് അവൾക്ക് ഒരു അഹങ്കാരവും ഇല്ല. ആ ക്വാളിറ്റി എനിക്ക് ഒരുപാട് ഇഷ്ടമായത്. വെറുതെ ബിൽഡപ്പ് തരുന്ന ഈ കാലത്ത് സ്വീറ്റ് ആയിട്ട് സിമ്പിൾ ആയിട്ട് ഡൗൺ ടു എർത്ത് ഇരിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമല്ലേ അമ്മേ? അമ്മു, നീ എനിക്ക് കുറച്ച് പാവമായിട്ടിരിക്കുന്ന തന്നെ ആഗ്രഹം. എന്നാ അവർക്കോ അവരുടെ മോള് നിന്നെ പോലെ ആവണമെന്ന് ആഗ്രഹം. നിങ്ങൾ രണ്ടുപേരും ഞാൻ വിചാരിച്ച പോലെ അല്ലെങ്കിലും ഞങ്ങൾ തലയോർത്തി അഭിമാനിക്കേണ്ട കാര്യം തന്നെയാ നിങ്ങൾ ചെയ്തിരിക്കുന്നത്. വിട്. എന്താ ഇത്? ഇന്ന് ഗൗരി പൂജയാ. ഗൗരി പൂജയുടെ അന്ന് ചേട്ടൻ സാരിയോ കാശോ അങ്ങനെ എന്തെങ്കിലും അനിയത്തിക്ക് കൊടുത്തിരിക്കണം. ഞാൻ ഓൾറെഡി നിനക്ക് ക്യാഷ് അയച്ചിട്ടുണ്ട്. നോക്ക്, നിനക്ക് എന്താ ഇഷ്ടം വെച്ചാ ഓർഡർ ചെയ്തോ. ഇത്തവണത്തെ രാഗിക്ക് നീ ഉണ്ടായിരുന്നില്ലല്ലോ. നിന്നെ പറ്റി ആലോചിക്കാത്ത ദിവസം ഉണ്ടായിരുന്നില്ല. നീ ഞങ്ങളുടെ കൂടെയുള്ള ദിവസാ ഞങ്ങക്ക് രക്ഷാബന്ധൻ. രാഗി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ കൂടെ ഗിഫ്റ്റ് ആഡ് ചെയ്തു. ഹലോ, ഞാനും ഈ കുടുംബത്തിലൊരു മോൻ തന്നെ കേട്ടോ. നിങ്ങൾ ഒറ്റയ്ക്ക് അങ്ങനെ സെലിബ്രേറ്റ് ചെയ്ത് എങ്ങനെയാ? നീ ഇത് ഓർത്ത് എടുത്തു വെച്ചിരിക്കായിരുന്നു. മറക്കാതിരുന്നോണ്ടല്ലേ ഇങ്ങനെയെല്ലാം ഓർത്തെടുത്തത്. നീ അങ്ങനെ മറക്കപ്പെടേണ്ട ആളാണോ? ഞാൻ നിന്റെ അനിയനായിട്ടിരുന്നിട്ടും കൂടെ ഞാനതെല്ലാം ചെയ്യുവാണോ, ചെയ്തോണ്ടിരിക്കുകയാണോ, അതോ ഇനി ചെയ്യോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഈ ഒരൊറ്റ സമ്പ്രദായം മാത്രം ഞാൻ കൃത്യമായിട്ട് നോക്കും. ഇതിൽ കൂടുതൽ ദൈവത്തോട് ഞാൻ എന്താ ചോദിക്കാനുള്ളേ? ഐ ലവ് യു ഗൈസ്. ചോദിക്കാൻ ഇനിയൊന്നും ബാക്കിയില്ലെങ്കിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. അതെന്താന്ന് പറഞ്ഞേ? നിനക്ക് ഇനി ഇഷ്ടം പോലെ കിട്ടാനുണ്ട്. കൂടെ ഒരു ആറ്റം ബോംബും കൊണ്ടല്ലേ ഇവൻ നടക്കുന്നത് തന്നെ. വാട്ട്? ആറ്റം ബോംബോ? റൗഡി കൊച്ചാണെങ്കിൽ അതിനേക്കാൾ സൗണ്ടില്ല ചിലപ്പോ ഒച്ച വെക്കുന്നത്. അങ്ങനെയൊന്നുമില്ല, ചുമ്മാ വെറുതെ പറഞ്ഞേ ഉള്ളൂ. ചില സമയത്ത് നിങ്ങളുടെ വർത്താനം കേട്ട എനിക്ക് പോലും മനസ്സിലാവില്ലേ. ശരി, ഞാൻ എന്നാ ഇറങ്ങുവാ. വൈകിട്ട് കാണാം. ഓഫീസിൽ നിന്ന് ലീവ് എടുത്തിട്ട് ഓഫീസിന്റെ ഡ്രസ് ഇട്ട് എങ്ങോട്ടത്? റൗഡി ബേബി നാത്തൂനെങ്ങാനും. ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ്. ഓഫീസ് അല്ലാതെ വേറെ സ്ഥലമൊന്നുമില്ലേ പോവാൻ? ഇനി എങ്ങാനും എഴുതാപ്പുറം വായിച്ചോണ്ടല്ലോ. ഞങ്ങളുടെ അടുത്ത് കൽപ്പിക്കുന്നോ, അതും ഈ കാര്യത്തെ പറ്റി? ബ്രദർ, മനസ്സിലായി സിസ്റ്റർ.